കോർണർ ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നടന്ന ബാർസലോണ അത്ലറ്റിക്കോ മാഡ്രിഡ് മാച്ച് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതൊരു ബിഗ് മിസ് തന്നെയായിരിക്കും. കാരണം ഈ സീസണിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മാച്ചുള്ള ഒരു മാച്ചായിരുന്നു ഇന്നലെ നടന്നിരുന്നത്. 8 ഗോളുകളാണ്, അതുപോലെ തന്നെ 8 വ്യത്യസ്ത ഗോൾ സ്കോറേഴ്സും. ഫസ്റ്റത്തെ 2 ഗോളുകൾ വരുന്നത് 6 മിനിറ്റിന്റെ ഇടയ്ക്കാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ 2 ഗോളുകൾ വരുന്നത് 4 മിനിറ്റ് ഇടയ്ക്ക്. ലാസ്റ്റത്തെ 2 ഗോളുകൾ വരുന്നത് 10 മിനിറ്റ് ഇടയ്ക്ക്. അങ്ങനെ അടിയും തിരിച്ചടിയും പിന്നെ അടിയും പിന്നെ തിരിച്ചടിയും ഒരു കംബാക്കുകളുടെ ഒരു സൂപ്പർബ് പൂരം തന്നെയായിരുന്നു ഇന്നലെ നടന്നിരുന്നത്. ഇരു ടീമുകൾ ഡിഫൻസ് പാളിപ്പോയൊരു മാച്ചും കൂടെയായിരുന്നു. അതുപോലെ തന്നെ ബാർസലോണ നോക്കുകയാണെങ്കിൽ കൂണ്ടയ്ക്കും അതുപോലെ തന്നെ ബ്ലേഡിനും ഒരുപോലെ പാളിപ്പോയൊരു മത്സരം കൂടെയാണ്. ഫസ്റ്റത്തെ മാച്ച് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റത്തെ ഹാഫ് നോക്കുകയാണെങ്കിൽ 1-ാമത്തെ മിനിറ്റിലാണ് ആദ്യത്തെ ഗോൾ വരുന്നത്. അതൊരു സെറ്റ് പീസിലൂടെ അൽവാരസ് ആണ് അത്ലറ്റിക്കോ മാഡ്രിഡിനെ മുന്നിലെത്തിക്കുന്നത്. 2-ാമത്തെ ഗോൾ വരുന്ന അൽവാരസിന്റെ ഒരു കൃത്യമാർന്ന ഒരു പാസിലൂടെ ഗ്രീസ്മാൻ വഴിയാണ് 2-ാമത്തെ ഗോൾ വരുന്നത്. ഗ്രീസ്മാൻ ബ്ലൈഡിനെ മറികടന്ന് സൂപ്പർബായിട്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. 3-ാമത്തെ ഗോൾ വരുന്നത് അത് ബാർസലോണയുടെ വക 19-ാമത്തെ മിനിറ്റിൽ പെഡ്രിയാണ് 2-1 സ്കോർ ലൈനിൽ എത്തിക്കുന്നത്. അത് കോണ്ടയുടെ ഒരു മികച്ച റണ്ണിലൂടെ, മികച്ചൊരു ക്രോസിലൂടെ പെഡ്രി 2-1 സ്കോർ ലൈനിൽ ബാർസലോണ എത്തിക്കുന്നുണ്ട്. 4-ാമത്തെ ഗോളോ അത് 24-ാമത്തെ മിനിറ്റിൽ കുബ്രാസിയുടെ വകയായിരുന്നു. അത് ഒരു കോർണറിൽ നിന്ന്, റാഫിനിയുടെ കോർണറിൽ നിന്ന് കുബ്രാസിനെ ആരും മാർക്ക് ചെയ്യാതെയാണ് കുബ്രാസി ആ ബോക്സിന്റെ അകത്ത് ഉണ്ടായിരുന്നത്. കുബ്രാസിയുടെ ഒരു ഹെഡറിലൂടെയാണ് ബാർസലോണ 2-2 എന്ന സ്കോർ ലൈനിൽ എത്തുന്നത്. അതുപോലെ തന്നെ 3-ാമത്തെ ഗോൾ 41-ാമത്തെ മിനിറ്റിലാണ് 3-ാമത്തെ ഗോൾ വരുന്നത്. മാർട്ടിനസിനെ ആ ബോക്സിൽ ആരും മാർക്ക് ചെയ്യുന്നില്ല. ഒരു ഫ്രീ റണ്ണറിലൂടെ റാഫിനിയുടെ ഒരു കോർണറിലൂടെയാണ് മാർട്ടിനസ് 3-2 എന്ന സ്കോർ ലൈൻ ബാർസലോണ കൊണ്ട് എത്തിക്കുന്നത്. അങ്ങനെ ഒരു ഡിഫൻസ് പാളിപ്പോയൊരു മത്സരം എന്ന് വേണം ഇന്നലത്തെ മത്സരത്തിന് പറയാൻ. അതുപോലെ തന്നെ ഫെറാൻ ടോറസിന്റെ 2 ബിഗ് മിക്സുകൾ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു. 5-2 എന്ന സ്കോർ ലൈനിൽ എത്തേണ്ടതായിരുന്നു. കാരണം 1-1 സിറ്റുവേഷനിലായിരുന്നു. ഗോളിയും ടോറസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം അടിച്ച് ഗോളിയുടെ കയ്യിലാണ് ഇട്ടുകൊടുത്തത്. അങ്ങനെ ആ 2 ബിഗ് ചാൻസുകൾ ഓർത്ത് ഇപ്പം ബാർസലോണ ദുഃഖിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങി ഇരു ടീമുകളും ഗോളിന് വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷെ ബാർസലോണ ഒരു അല്പം അധികം കയ്യിൽ ബോൾ വെച്ചിരുന്നു. പക്ഷെ ഒരു അവശതയുള്ള ഒരു ക്ഷീണിതയായ ഒരു ബാർസലോണയാണ് പിന്നെ സെക്കൻഡ് ഹാഫിൽ തുടക്കത്തിലേക്ക് കാണാൻ സാധിച്ചത്. അധികം ഒന്നും പ്രസ് ചെയ്യാതെ ബാൾ കൈവശം വെച്ചിട്ടും അധികം ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നില്ല. എന്നാൽ ലാമിൻ യമാലിന്റെ 2-3 നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള 2-3 ചാൻസുകൾ വഴിയാണ് അടുത്ത ഗോൾ വരുന്നത്. അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം സെക്കൻഡ് ഹാഫിലും ഉണ്ടായിരുന്നു. ആ ലാമിൻ യമാലിന്റെ മികച്ചൊരു ആ മുന്നേറ്റത്തിലൂടെ ഒരു ടാപ്പിനിലൂടെയാണ് ലെവൻഡോസ്കി ബാർസലോണയെ 4-2 എന്ന സ്കോറിൽ 72-ാമത്തെ മിനിറ്റിൽ എത്തിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം 10 മിനിറ്റ് ഇടയ്ക്കാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ 2 ഗോളുകൾ വരുന്നത്. ഒന്ന് 84-ാമത്തെ മിനിറ്റിൽ ലൊറന്റയിലൂടെയാണ്. അത് ഡിഫൻസിന്റെ ഒരു പാളിച്ച എന്ന് വേണം പറയാം. കാരണം ലൊറന്റീനെ ആരും മാർക്ക് ചെയ്യുന്നില്ല. ബോക്സിന്റെ അകത്ത് വന്ന ഒരു ബോള്, ബോക്സിന്റെ വെളിയിൽ വന്ന ബാള് ലൊറന്റെ ഒരു മികച്ചൊരു ഷോട്ടിലൂടെ അത്ലറ്റിക്കോ മാഡ്രിഡ് 4-3 എന്ന സ്കോർ ലൈനിൽ എത്തുകയായിരുന്നു. 4-ാമത്തെ ഗോൾ വരുന്നത് അത് കൊണ്ടയുടെ ഒരു മിസ് ജഡ്ജ്മെന്റിലൂടെയാണ് 4-ാമത്തെ ഗോൾ വരുന്നത്. അത് ലിനയുടെ ഒരു മികച്ചൊരു ക്രോസിലൂടെ സ്ലോർത്താണ് 4-4 എന്ന സ്കോർ ലൈനിൽ, അതും ഇഞ്ചുറി ടൈമിൽ 90-ാമത്തെ മിനിറ്റ് കഴിഞ്ഞ് 3-ാമത്തെ മിനിറ്റിലെ ഇഞ്ചുറി ടൈമിലാണ് സ്ലോർത്ത് സമനില ഗോൾ നേടുന്നത്. അങ്ങനെ അടിക്ക് തിരിച്ചടിയായിട്ടുള്ള ഒരു സൂപ്പർ മാച്ചാണ് ഇന്നലെ നടന്നിരുന്നത്. അത് തന്നെ സിമിയോയുടെ ആ സബ്സ്റ്റിറ്റ്യൂഷനാണ് സെക്കൻഡ് ഹാഫിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ആ കളിയുടെ ഗതിനെ മാറ്റിയത്. സബ്സ്റ്റിറ്റ്യൂഷനുകൾ വഴിയാണ് 2-ാമത്തെയും 3-ാമത്തെയും ഗോൾ പിറന്നത്. അത് എടുത്തു പറയേണ്ട കാര്യം അൽവാരസിന്റെ ആ പ്രകടനവും അതുപോലെ തന്നെ ഗ്രീസ്മാന്റെ ആ പ്രകടനമൊക്കെ തന്നെയാണ്. കാരണം അൽവാരസിന്റെ ഗ്രീസ്മാന്റെ ആ ഇതിലൂടെയാണ് ഫസ്റ്റ് 2 ഗോള് വരുന്നത്. അതുപോലെ തന്നെ റാഫിന്യ, പെഡ്രി, ലാമിൻ യമാലിന്റെ ആ പ്രകടനങ്ങൾ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. കാരണം അവരാണ് അതിൽ മികച്ചിരുന്നത്. എന്തുകൊണ്ടാണ് പെഡ്രിനെ റാഫിനെയും ആ 85-ാമത്തെ മിനിറ്റിലൊക്കെ വലിച്ചത്? അത് ഒരു മണ്ണ തീരുമാനമായി പോയോ എന്ന് എനിക്കൊരു തോന്നൽ. കാരണം അതിനുശേഷം അത്ലറ്റിക്കോ മാഡ്രിഡാണ് ഒരുപാട് ചാൻസ് ക്രിയേറ്റ് ചെയ്ത് കാണാൻ സാധിച്ചത്. അങ്ങനെ ഒരു മികച്ചൊരു മത്സരമാണ് ഇന്നലെ നമുക്ക് കാണുവാൻ സാധിച്ചത്. അപ്പം ഇതുപോലത്തെ ഒരു മികച്ച മത്സരങ്ങൾക്ക് വേണ്ടി നമുക്ക് വീണ്ടും കാത്തിരിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെയും നമസ്കാരം.